ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യപേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റിലെ, അതായത് കൂട്ടുകാർക്ക് എക്സാം എങ്ങനെയാണ് വരിക, ഇന്റഗ്രേഷൻ അഥവാ ഉത്തരദിനം എന്നുള്ള പേരിലാണ് വരുന്നത് അല്ലെ. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കൾ റെഡി ആണല്ലോ? അപ്പൊ മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ രീതിയിലുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ കുട്ടിയുടെ പേര് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേരുകൾ എഴുതണം, സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതണം, ഡിവിഷൻ അതുപോലെ തന്നെ ക്ലാസ് എന്നിവിടങ്ങളിൽ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പഠിക്കുന്ന ക്ലാസ്സും ഡിവിഷനും കൃത്യമായിട്ട് എഴുതുക കേട്ടോ. വേഗം നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ മക്കളെ? കൂട്ടുകാർക്കുള്ള ചോദ്യം ഇതാണ്. പ്രവർത്തനത്തിന്റെ പേര് പ്രാധാന്യം അറിയാം. എന്താണ് മക്കളെ? പ്രാധാന്യം അറിയാം, വരച്ച് യോജിപ്പിക്കാം എന്നതാണ്. എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന പാഠഭാഗം ഇല്ല മക്കളെ, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. നോക്കിയതാണ്, താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നമുക്കറിയാം ഓഗസ്റ്റ് 15ന്റെ പ്രത്യേകത എന്താണ്, ഒക്ടോബർ 2ന്റെ പ്രത്യേകത എന്താണ്, ജനുവരി 23 ജനുവരി 30 ഒക്കെ പ്രത്യേകത നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ട് മക്കളെ. എങ്കിൽ വേഗം പറഞ്ഞേ, ആ ഓരോ ദിനങ്ങളും വായിക്കുക, അതിന്റെ പ്രാധാന്യം എന്തായെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, രക്തസാക്ഷി ദിനം, സ്വാതന്ത്ര്യ ദിനം. വേഗം പറഞ്ഞേ ഏതാണ്, ഏത് വരും? ഓഗസ്റ്റ് 15 എന്ത് ദിനമാണ് മക്കളെ? നമ്മളിതാ ഇപ്പൊ അങ്ങ് കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഏത് ദിനമാണ് ഓഗസ്റ്റ് 15? സ്വാതന്ത്ര്യ ദിനം. മക്കള് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചൊന്ന് ആൻസർ ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കിക്കേ. ദെൻ ഒക്ടോബർ 2 ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ജനുവരി 26 ഉണ്ട്, ജനുവരി 30 ഉണ്ട്. ഏതാണ് മക്കളെ വരുന്നത്? ഒക്ടോബർ 2 ആണ് എന്ത് വരുന്നത്? ഗാന്ധി ജയന്തി. എന്താണ് മക്കളെ? ഒക്ടോബർ 2 ആണ് ഗാന്ധി ജയന്തി. ജനുവരി 26 എന്ത് മക്കളെ? റിപ്പബ്ലിക് ദിനം. ഓക്കെ, ജനുവരി 30 രക്തസാക്ഷി ദിനം. കൃത്യമായിട്ട് പഠിക്കാം മക്കളെ. മിസ്സിനോടൊപ്പം പറഞ്ഞേ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ജനുവരി 26 റിപ്പബ്ലിക് ദിനം, ജനുവരി 30 രക്തസാക്ഷി ദിനം. സെറ്റ് അല്ലേ മക്കളെ? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ മാച്ച് ചെയ്യാട്ടോ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ജനുവരി 26 റിപ്പബ്ലിക് ദിനം, ജനുവരി 30 എന്താണ്? രക്തസാക്ഷി ദിനം. ഓക്കെ അല്ലേ മക്കളെ? അത് അതേപോലെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാനോ ചിലപ്പം എഴുതി ചേർക്കാൻ തരും. അതായത് സ്വാതന്ത്ര്യ ദിനം തന്നിട്ട് എന്നാണ് ദിനം എന്നുള്ളത് ചോദിക്കുക. അപ്പൊ ഓപ്പോസിറ്റ് പറയാനും നമുക്ക് അറിയണം. കേട്ടല്ലോ? അതായത് സ്വാതന്ത്ര്യ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 15 ആണെന്നും പറയണം. ഓഗസ്റ്റ് 15 എന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യ ദിനമാണ് എന്നുള്ളത് പറയാനും മക്കള് പഠിച്ചിരിക്കണം. അപ്പം പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികൾ അത് കൃത്യമായിട്ട് പഠിപ്പിക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം മക്കളെ. ചിത്രത്തിൽ ആര്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എഴുതൂ. ആരാണ് മക്കളെ ഇത്? ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതല്ലേ. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല മക്കളെ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അദ്ദേഹം ആരാണെന്നുള്ളതും ആ വ്യക്തിയെ കുറിച്ച് മക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, ഇതാരാണ്? ഇതാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ആരാണ് മക്കളെ? ജവഹർലാൽ നെഹ്റു ആണല്ലേ. അദ്ദേഹത്തെ കുറിച്ച് മിസ് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു. കുട്ടികളെ അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു.
അതുകൊണ്ടാണ് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചിരുന്നത്. അല്ലെങ്കിൽ മക്കൾക്ക് ചാച്ചാജി എന്ന് വേണമെങ്കിലും എഴുതാട്ടോ. അദ്ദേഹം സാധാരണയായി വെളുത്ത നിറത്തിലുള്ള വസ്ത്രവും നെഹ്റു തൊപ്പിയും ധരിക്കാറുണ്ടായിരുന്നു. കോട്ടിൽ ഒരു ചുവന്ന റോസാപ്പൂ ചൂടുന്നതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു. അല്ലേ മക്കളെ? അന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെള്ള കുപ്പായവും അതുപോലെ തന്നെ നെഹ്റു തൊപ്പിയും അതുപോലെ റോസാപ്പൂ എല്ലാം വെച്ച് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോവാറുണ്ട് അല്ലെ? ഓക്കെ മക്കളെ, അപ്പം അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ നെഹ്റു. അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം പോയിന്റുകൾ മക്കള് പഠിച്ചിരിക്കാട്ടോ. അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ കുറിച്ചിട്ട് മക്കൾ എന്തിനും അറിഞ്ഞിരിക്കണം. റോസാപ്പൂ എപ്പോഴും അദ്ദേഹത്തിന്റെ കോട്ടിൽ നമുക്ക് കാണാല്ലേ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ മക്കൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണേ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് മക്കളെ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. ഗാന്ധിജിയെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും മക്കൾ എന്ത് ചെയ്യുക? എഴുതാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് പോയിന്റുകൾ, ഒരു 3-4 പോയിന്റുകൾ എങ്കിലും മക്കൾ എന്ത് ചെയ്യണം? എഴുതാനായിട്ട് മക്കളെ എഴുതി പഠിച്ചു പോയിക്കോ. ഓക്കെ, നമുക്ക് 2 ദിവസങ്ങളായിട്ടല്ലേ മക്കളെ ഈ എക്സാം ഉണ്ടായിരിക്കുക. ഒരു പക്ഷെ അടുത്ത ദിവസത്തെ എക്സാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറൊരു എക്സാം വരുന്നുണ്ട് അല്ലെ? 2 ദിവസവും നമുക്ക് നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെടുത്തിയുള്ള എക്സാം ആണ് വരിക. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിച്ച മക്കളെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കും. അപ്പൊ നെഹ്റുവിനെ കുറിച്ച് പഠിക്കണം, അതുപോലെ നമ്മുടെ ഗാന്ധി അപ്പൂപ്പനെ കുറിച്ചും പഠിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം മക്കളെ. പോസ്റ്റർ തയ്യാറാക്കാം എന്നതാണ്. ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കൂ. ഇവിടെ മക്കൾ എന്താ ചിത്രത്തിൽ കാണുന്നത്? എന്താ മക്കളെ? കുറെ വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം കൊണ്ട് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടല്ലേ? അത് കാക്കകളായിട്ടും അതുപോലെ തന്നെ അവിടെ കുറെ നായകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? അത് കടിച്ചു പറിച്ചിടുന്നുണ്ട്. കാക്കകൾ കൊത്തി കൊണ്ടുപോകുന്നുണ്ട്, അതിൽ നിന്ന് കൊത്തി കഴിക്കുന്നുണ്ട് അല്ലെ? അതായത് പരിസരം എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? മലിനമാക്കി ഇട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ? ആരായിരിക്കും മക്കളെ ഈ പണി ചെയ്തിട്ടുണ്ടായിരിക്കുക? ഈ കണ്ട കാക്കയും ഈ കണ്ട നായകളും ഒക്കെയാണോ വന്ന് അവിടെ കൊണ്ടിട്ടിട്ടുള്ളത്? ആരാണ് അതിന് ഉത്തരവാദി? നമ്മള് മനുഷ്യർ തന്നെയാണല്ലേ. വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം പതിയെ കവറിൽ കെട്ടിയിട്ട് ആരും കാണാതെ എന്ത് ചെയ്യും? ആരും ഇല്ലാത്ത ഒരിടത്ത് പോയി കൊണ്ടിടും. ചെയ്യാറുണ്ടോ അങ്ങനെ? അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യും? ഇനി നിങ്ങളുടെ കണ്ണിൽ ആ ഒരു കാഴ്ച കാണും, മക്കൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വിചാരിക്കില്ല ആ വേസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയാൽ അത് കഴിഞ്ഞല്ലോ, നമ്മൾ സേഫായി. പക്ഷെ അതല്ല. എവിടേക്കാണ് നമ്മൾ വലിച്ചെറിയുന്നത്? നമ്മുടെ സ്വന്തം പ്രകൃതിയിലേക്കാണല്ലേ. അങ്ങനെ വലിച്ചെറിയുന്ന സമയത്ത് നാളെ അതിന്റെ ദോഷം ആര് തന്നെ അനുഭവിക്കണം? അതിന്റെ ദോഷഫലം നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയാണ് അത് നേരിടേണ്ടത്. അതുകൂടി ഓർക്കണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അത്തരത്തിലൊരു കാഴ്ച കണ്ടാൽ അവര് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ മക്കളോട് പറഞ്ഞത് ഈ ചിത്രം നോക്കിയിട്ട് ഒരു പോസ്റ്റർ വാക്യം തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കിയിട്ട് മക്കൾക്ക് എന്താ മക്കളെ പറയാനായിട്ട് തോന്നുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് മക്കളെ? നോക്കിക്കേ. മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ഭൂമിയെ നശിപ്പിക്കരുതേ. മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ഭൂമിയെ നശിപ്പിക്കരുതേ എന്നാണ് മിസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മക്കളെ, ഇനി മിസ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത്തരത്തിൽ മക്കൾക്ക് ഒരു പോസ്റ്റർ നാളെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? മിസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, പോസ്റ്റർ ഇപ്പൊ നമുക്ക് മാലിന്യത്തെ കുറിച്ച്, മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പോസ്റ്റർ വന്നിട്ടുള്ളത് അല്ലേ? ഇനി ഇതെല്ലാം മരങ്ങൾ മുറിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും കുറിച്ചാണ് പോസ്റ്റർ വന്നതെങ്കിലും മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് പോസ്റ്റർ എഴുതാൻ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്പേസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മരം മുറിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിനെതിരെ അല്ലെങ്കിൽ ഭൂമിയെ നശിപ്പിക്കുന്നതിനെതിരെയാണ് പോസ്റ്റർ എങ്കിലും മക്കൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രം നല്ല അട്രാക്ട് ആവുന്ന രീതിയിൽ നല്ല കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് വരച്ച് നിറം നൽകി വെക്കുക. ഓക്കെ, അത് നമുക്ക് പോസ്റ്ററിന് ഇപ്പൊ 5 മാർക്കല്ലേ മക്കളെ നമുക്ക് പോസ്റ്ററിന് ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾ ചിത്രം വരയ്ക്കുന്നതിൽ നിങ്ങൾക്ക് 1-2 മാർക്കുകൾ അതിലൂടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിത്രം കഴിഞ്ഞാൽ പിന്നെ മക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതിൽ എഴുതുന്ന ആ ഒരു വാക്യമില്ല മക്കളെ, അതിലെ അക്ഷരങ്ങൾ മക്കൾ എന്തിനാ കുറച്ച് വലുതാക്കിയത്, അതായത് കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ ആളുകൾക്ക് അത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക? കുറച്ച് അക്ഷരങ്ങളുടെ വലുപ്പം കൂട്ടി എഴുതുക. അത് മക്കൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു അവസരമാണ്. പിന്നെ മക്കളുടെ കയ്യിൽ ക്രയോൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അക്ഷരത്തെ, അതായത് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി എഴുതാൻ പറ്റുന്ന ആളുകൾ, അതായത് കുറച്ച് നല്ല അക്ഷരങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം?
കളർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ കൂടെ എഴുതാം. ചിലപ്പം എല്ലാ കൂട്ടുകാർക്കും അത്ര നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റണമെന്നില്ല. അപ്പൊ മക്കൾ കളർ ഒന്നും ഉപയോഗിച്ച് എഴുതണ്ട. മക്കൾ എന്ത് ചെയ്യുക, പെൻസിൽ യൂസ് ചെയ്തിട്ട് എഴുതേണ്ട. കാര്യം ചിലപ്പോൾ നമ്മൾ കളറും കൂടി അതിന്റെ മുകളിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ മക്കൾ എഴുതിയത് മിസ്സിന് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മുടെ മാർക്ക് വെറുതെ കളയണ്ടല്ലോ. അപ്പൊ മക്കൾക്ക് നല്ല വലിയ അക്ഷരത്തിൽ ഭംഗിയായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, ചെയ്യാൻ കഴിയുമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, കളർ കൂടി യൂസ് ചെയ്ത് അതിന്റെ മുകളിലൊക്കെ ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ചിത്രം വരയ്ക്കണം, നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വലിയ അക്ഷരങ്ങളിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കളറൊക്കെ ഉപയോഗിച്ച് നിറം നൽകുക. നല്ല രീതിയിൽ പോസ്റ്റർ എന്തെങ്കിലും അട്രാക്ട് ആവുന്ന രീതിയിൽ മക്കൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പോസ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. കണ്ട മക്കളെ, മിസ് ഇവിടെ അതുമായി ബന്ധപ്പെടുത്തി കുറെ അധികം ചിത്രങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മക്കൾ വരച്ച് ചേർക്കാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ മാക്സിമം മക്കള് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെതിരെ ഒരു പോസ്റ്റർ, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് മക്കളടുത്ത് പറഞ്ഞത്. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ്? ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ മക്കളോട് സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഒരു പോസ്റ്റർ മക്കൾ അങ്ങ് പഠിച്ചു വെച്ച് പോയിക്കോട്ടോ. ജലസ്രോതസ്സുകൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് അല്ലേ, അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ച് പോയിക്കോ. നോക്കിക്കേ മക്കളെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ജലാശയങ്ങൾ മലിനമാക്കരുത്. എന്താണ് മക്കളെ മിസ് കൊടുത്തിട്ടുള്ളത്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ജലാശയങ്ങൾ മലിനമാക്കരുതേ. എന്നിട്ട് മിസ് അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് എന്ത് ചെയ്യാം, ഒരു കുളത്തിന്റെയോ ഒരു പുഴയുടെയോ തോടിന്റെയോ ഒക്കെ ചിത്രം വരച്ചിട്ട് അതിലേക്ക് കുറെ പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിൽസും ഒക്കെ വലിച്ചെറിയുന്നതും തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അതിന് കളർ ചെയ്യാം മക്കൾക്ക് പറ്റുന്ന രീതിയിൽ. ഇപ്പൊ ഈ ഒരു വാക്യം മാത്രം എഴുതിയാലും മക്കൾക്ക് മാർക്ക് കിട്ടും. മിസ് പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ജലാശയങ്ങൾ മലിനമാക്കരുതേ എന്ന് പറഞ്ഞാലും മക്കൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ മിസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ പോസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ജലസ്രോതസ്സുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പോസ്റ്റർ മക്കൾ എന്ത് ചെയ്യുക, എഴുതി പഠിച്ചു പോയിക്കോട്ടെ മക്കളെ. അതിന് കുറച്ച് പ്രോബബിലിറ്റി കൂടുതലാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? തൊഴിലുകൾ എന്നതാണ് മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യന്. താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 തൊഴിലുപകരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉപകരണങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിക്കേ മക്കളെ, അവയുടെ പേരെഴുതാനാണ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അതിൽ ഇത് നമുക്ക് ഫസ്റ്റ് വൺ എന്താണ്? ഇതിന് നമ്മൾ എന്ത് പറയും? വെട്ടുകത്തിയാണല്ലേ, നമ്മുടെ വീട്ടിലുണ്ട്. ഇതിന് നമ്മൾ എന്താണ് പറയാ മക്കളെ? തൂമ്പയാണല്ലേ. ചില കൂട്ടുകാരൊക്കെ വീട്ടില കൈക്കോട്ട് എന്നൊക്കെ പറയൂലേ, അല്ലെങ്കിൽ മൺവെട്ടി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഇതെന്താണ്? തൂമ്പയാണ്. അത് മക്കൾ കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ഇനി മക്കൾക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ചിത്രം നോക്കി തൊഴിൽ ഏതാണെന്ന് എഴുതുക എന്നതാണ്. എന്താണ് മക്കളെ? ചിത്രം നോക്കിയിട്ട് ഏതാണ് ആ തൊഴില് എന്നത് കൃത്യമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്, തൊട്ടടുത്ത് അതിന് നേരെ കോളങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ ചിത്രം നോക്കി എന്താണ് ആ തൊഴിലിന്റെ പേര് എന്നത് മക്കളടുത്ത് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. തൊഴിലുകള് അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. നോക്കിക്കേ മക്കളെ, നമുക്ക് ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് ഏതാണ്? ഡ്രൈവർ ആണ് അല്ലെ. ഇനി ഒരു പക്ഷേ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് തൊഴിലുകളുടെ പേരുകളൊക്കെ ഒന്ന് എഴുതാനായിട്ട് പഠിച്ചിട്ട് പോയിക്കോട്ടോ. ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ട് അവിടെ നമുക്ക് എന്ത് തന്നിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതാനായിട്ട് പഠിച്ചിട്ട് പോവുക. എഴുതാനൊക്കെ ചില പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ നന്നായിട്ട് ഇരുന്ന് എഴുതി പഠിക്കുക കേട്ടോ. ദെൻ ഇത് ഏതാണ് മക്കളെ? പോലീസ് ആണ്. അടുത്തത് ഏതാണ് മക്കളെ വരുന്നത്? ഡോക്ടർ ആണ് വരുന്നത്. ദെൻ ഇത് ഏതാണ് മക്കളെ? ആശാരിയാണ്, അല്ലെങ്കിൽ മരപ്പണിക്കാരനാണല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് തൊഴിലുകളുടെ പേരുകളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിട്ട് പോവാ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് നാളത്തെ എക്സാമിന് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമ്മുടെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇന്റഗ്രേഷൻ ഉദ്ഗ്രഥനം എന്ന പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് മക്കൾ കണ്ടിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.